എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദ ലാൻറ്റേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 5 ദിവസമായിട്ട് നമ്മൾ നവരാത്രി ആഘോഷത്തിൻ്റെ മാഘമാസത്തിലെ നവരാത്രി ആഘോഷത്തിൻ്റെ 5 ദിവസങ്ങളെക്കുറിച്ചുള്ള 5 വിവിധ ഭാവത്തിലുള്ള ദുർഗാദേവിയെക്കുറിച്ചുള്ള പൂജാവിധികളും മന്ത്രങ്ങളും സ്തുതികളും ഒക്കെയാണ് പറഞ്ഞത്. ഇന്ന് മാഘഗുപ്ത നവരാത്രി 6-ാം ദിവസം ദേവിയുടെ മാ കാർത്യായനി എന്ന ഭാവത്തെയാണ് ആരാധിക്കുന്നത്. മാ കാർത്യായനി അല്ലെങ്കിൽ കാർത്യായനി ദേവി 4 കൈകളോട് കൂടിയതോ 10 കൈകളോട് കൂടിയതോ അല്ലെങ്കിൽ 18 കൈകളോട് കൂടിയതോ ആയിട്ടുള്ള ദേവീ സങ്കല്പമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ ഗാംഭീര്യത്തോടു കൂടിയിട്ടുള്ള ഒരു സിംഹത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന രൂപത്തിലാണ് ദേവി ഉള്ളത്. ഇടത് കൈയിൽ താമരപ്പൂവും വാളും ഉണ്ട്. പിന്നെ അഭയമുദ്രയും വരദമുദ്രയുമാണ് വലതു കൈയിൽ ഉള്ളത്. കാർത്യായനി ദേവി നവഗ്രഹങ്ങളിലെ ഗുരുവിൻ്റെ, അതായത് വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ബൃഹസ്പതിയുടെ ദേവതയാണ്. ദേവി ജ്ഞാനത്തെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. കാർത്യായനി ദേവി രൂപം എന്ന് പറയുന്നത് മഹിഷാസുരനെ നശിപ്പിക്കാൻ പാർവതി ദേവി പൂണ്ട രൂപമാണ് കാർത്യായനി രൂപം എന്നാണ് പറയുന്നത്. പാർവതി ദേവിയുടെ അക്രമാസക്തമായ രൂപമാണ് മാ കാർത്യായനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യോദ്ധാവ്, ദേവതകളിലെ യോദ്ധാവ് എന്നും മാ കാർത്യായനി അല്ലെങ്കിൽ കാർത്യായനി ദേവിയെ പറയപ്പെടുന്നു. ഈ രൂപത്തിലാണ് കാത്യമുനിയുടെ ഗൃഹത്തിൽ പാർവതി ദേവി ജനിച്ചതെന്നും അതുകൊണ്ടാണ് കാർത്യായനി എന്ന് അറിയപ്പെടാൻ ഇടയായത് എന്നും വിശ്വസിക്കപ്പെടുന്നു. കാർത്യായനി മാതാവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തിന്മയുടെ സംഹാരകൻ എന്നാണ്. ദേവിയെ പൂജിക്കുന്ന ഭക്തരുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും ദുരാത്മാക്കളെ പുറത്താക്കുന്നതിനും തടസ്സങ്ങൾ നീക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ മാ കാർത്യായനിയെ ആരാധിക്കുന്ന ദിവസം പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭർത്താവിനെ കണ്ടെത്തുന്നതിന് അവർ ഉപവാസം എടുക്കണം എന്നാണ് പറയാറുള്ളത്. ഇനി നമുക്ക് പൂജാവിധി, ശുഭമുഹൂർത്തം എന്നൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. നവരാത്രി 6-ാം ദിവസം, അതായത് മാതാ കാർത്യായനിയുടെ രൂപത്തിൽ ദുർഗാദേവിയെ ആരാധിക്കുന്ന ദിവസം അതിരാവിലെ ഉണർന്ന് കുളി കഴിഞ്ഞ് പുതിയ വസ്ത്രം ധരിക്കണം. പുതിയ വസ്ത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ്. പൂജാസ്ഥലങ്ങൾ വൃത്തിയാക്കുക, ദേവിയുടെ വിഗ്രഹം ഒരുക്കുക, അതിലേക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കുക. അതിനുശേഷം മന്ത്രങ്ങളും പ്രാർത്ഥനകളും ചൊല്ലുക. പൂജ നടത്തുമ്പോൾ ഏറ്റവും നല്ലത് താമരപ്പൂക്കൾ അർപ്പിക്കുന്നതാണ് ദേവിക്ക്. അതേപോലെ നൈവേദ്യമായി തേൻ ചേർത്തിട്ടുള്ള എന്തെങ്കിലും നൈവേദ്യമോ അർപ്പിക്കുന്നത് നല്ലതാണ്. 6-ാം ദിവസത്തെ ശുഭകരമായ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. ഇത് അഭിനിവേശത്തെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. കൂടാതെ തന്നെ ദേവിക്ക് അർപ്പിക്കുന്ന പൂക്കളുടെയും ഒക്കെ നിറം റെഡ് ആവുന്നത്, അതായത് ചുവപ്പാകുന്നതാണ് നല്ലത്. അത് ഒരു വ്യക്തിയിൽ ഊർജവും ഉന്മേഷവും നിറയ്ക്കുന്ന നിറമാണ് എന്നാണ് പറയുന്നത്. കാർത്യായനി ദേവി പൂജയ്ക്ക് ഏറ്റവും അഭികാമ്യമായ സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നാളെ പുലർച്ചെ 5:09 AM-നും 5:57 AM-നും ഇടയ്ക്കാണ് നാളത്തെ ബ്രഹ്മമുഹൂർത്തം വരുന്നത്. ഇനി നമുക്ക് ദേവിയുടെ മന്ത്രം, പ്രാർത്ഥന, സ്തുതി എന്നിവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേവി സ്തുതി ഇങ്ങനെയാണ്: യാ ദേവി സർവഭൂതേഷു മാ കാർത്യായനി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഒന്നുകൂടി പറയാം. യാ ദേവി സർവഭൂതേഷു മാ കാർത്യായനി രൂപേണ സംസ്ഥിത
നമസ്തസ്യേ 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 നമോ നമ. ഇനി മന്ത്രം ഏതാണെന്ന് നോക്കാം. കാത്യായനി ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി കാത്യായന്യേ നമഃ. ഓം ദേവി കാത്യായന്യേ നമഃ. ഇനി പ്രാർത്ഥനാ ശ്ലോകം എന്താണെന്ന് നോക്കാം. ചന്ദ്രഹാസോജലകര ശാർദൂലവരവാഹനഃ കാത്യായനി ശുഭം ദദ്യാത് ദേവി ദാനവഘാതിനി. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നാളെ അഷ്ടമിയാണ്, അതേപോലെ ഗുപ്ത നവരാത്രിയിലെ അഷ്ടമിയാണ്. ഗുപ്ത നവരാത്രിയിലെ അഷ്ടമിക്ക് പ്രത്യേകമായി പഞ്ചമഹാവിദ്യ പൂജ എന്നാണ് പറയുക. അതൊരു സ്പെഷ്യൽ പൂജയാണ്. പഞ്ചമഹാവിദ്യ പൂജ എന്നാണ് പറയുക. ഈ പഞ്ചമഹാവിദ്യ പൂജ നാളെ ഗുപ്ത നവരാത്രി ദുർഗാഷ്ടമിക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. ഈ 5 മഹാവിദ്യകളെ ആരാധിക്കുന്നതിലൂടെ ശക്തിയും ശത്രുക്കളുടെ മേൽ വിജയവും സമാനതകളില്ലാത്ത ആത്മീയ സംരക്ഷണവും, അതായത് സ്പിരിച്വാലിറ്റി, അത് ആണ് ഫലപ്രാപ്തി എന്ന് പറയുന്നത്. പഞ്ചമഹാവിദ്യകൾ എന്ന് പറയുമ്പോൾ ദേവിയുടെ 5 രൂപങ്ങളെയാണ് പറയുന്നത്. ഈ 5 രൂപങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് മാ കാളി ആണ്, കാളിമാത. അതായത് സ്ഥിതി, സൃഷ്ടി, സംഹാരം എന്നിവയുടെ ശക്തി, അതാണ് കാളി. തടസ്സങ്ങൾ നീക്കുകയും നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുന്നതും ദേവി പൂജയിലൂടെ ഫലപ്രാപ്തി തരുന്നു. രണ്ടാമത്തെ മഹാവിദ്യ എന്ന് പറയുന്നത് മാ താര ആണ്, താരമാത. അതായത് തന്ത്രത്തിൻ്റെ ദേവതയാണ് താരമാത. ജ്ഞാനവും മാർഗദർശനവും ആത്മീയ വിമോചനവും ആണ് ദേവി പൂജയിലൂടെ ലഭിക്കുന്നത്. മൂന്നാമത്തെ മഹാവിദ്യാരൂപം എന്ന് പറയുന്നത് ത്രിപുര സുന്ദരിയാണ്, അതായത് ഷോഡശി മാത എന്ന് കൂടി പറയും. ഈ ദേവി പൂജ സൗന്ദര്യം, ഐക്യം, സമ്പൂർണത എന്നിവയുടെ ഫലപ്രാപ്തിയാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതിന് ത്രിപുര സുന്ദരി പൂജ നല്ലതാണ് എന്നാണ് പറയുന്നത്. നാലാമത്തെ മഹാവിദ്യാരൂപം എന്ന് പറയുന്നത് മാ ഭുവനേശ്വരിയാണ്, അതായത് ഭുവനേശ്വരി മാത ആണ്. ദേവി സമൃദ്ധിയും സൃഷ്ടിയും വിജയവും നൽകുന്ന പരമോന്നതയായ പ്രപഞ്ചമാതാവാണ് ഭുവനേശ്വരി എന്നാണ് സങ്കല്പം. അഞ്ചാമത്തെ മഹാവിദ്യാരൂപം എന്ന് പറയുന്നത് മാ ബഗ്ലാമുഖി ആണ്, ബഗ്ലാമുഖി മാത. അതായത് വിജയത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ദേവതയാണ് ബഗ്ലാമുഖി മാത എന്ന് പറയുന്നത്. ശത്രുക്കളെ കീഴടക്കുകയും ദൈവികമായ ഒരു സംരക്ഷണം നമുക്കെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദേവിയാണ് ബഗ്ലാമുഖി മാത എന്ന് പറയും. ഈ 5 ദേവികളുടെ പൂജയ്ക്കാണ് ഒരുമിച്ച് നമ്മൾ മഹാവിദ്യാ പൂജ എന്ന് പറയുക. അത് ദുർഗാഷ്ടമി ദിവസത്തിലാണ് ചെയ്യേണ്ടത്. മഹാവിദ്യകളുടെ 5 ശക്തമായ രൂപങ്ങളെ വിളിച്ച് അനുഗ്രഹം തേടുക എന്നുള്ളതാണ് ഈ പൂജ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയാണ് നവരാത്രി, മാഘഗുപ്ത നവരാത്രി 6ാം ദിവസത്തെക്കുറിച്ച് പറയാനുള്ളത്. നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടൂ. പിന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.